അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വീക്കെൻഡാണ്, സൺഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോവുകയാണ്. കഴിഞ്ഞ വീക്കൊന്നും നമ്മൾ പുറത്ത് ഇതുവരെ പോയിട്ടില്ല. ജുവ ബേബിക്ക് ഫീവർ ആയത് കാരണം നമ്മൾ 1 വീക്കോളം നമ്മൾ റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി സൺഡേ. അപ്പോൾ നമ്മൾ സഫാരിയിലോട്ടാണ് പോണത്. ഉച്ചയ്ക്ക് ലഞ്ച് നമുക്ക് അവിടുന്ന് കഴിക്കാൻ കരുതി. അപ്പോൾ നമ്മൾ സഫാരിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ 2 മണി ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 2:30 ആയി. അപ്പോൾ ചുവയും ഭയങ്കര ഹാപ്പിയാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മൾ സഫാരിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ട് എത്തണം. മോർണിംഗ് ആയത് കാരണമാണെന്ന് തോന്നുന്നു വലിയ റഷൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങളിവിടെ നൈറ്റിലാണ് വരാറ് പൊതുവേ. അങ്ങനെ ഇതാ ഇവിടെ ഫുഡ് കോർട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇവിടെ എങ്ങാനുണ്ട് ഒരു സഭയ്ക്കുള്ള ആൾക്കാർ. എന്താ ഏതാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ നമ്മുടെ ദേപ്പുട്ടി ഇവിടെ റിവീൽ ചെയ്തിട്ടുണ്ട് ഷാർജ സഫാരി മാളിൽ. അപ്പോൾ അത് നമ്മൾ എന്തായാലും പോകണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീക്കിൽ ജുവക്ക് ഫീവർ ആയത് കാരണം നമുക്ക് ഇനോഗ്രേഷൻ ഒന്നും പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ അവിടെ വിഷുസദ്യ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വൻ ക്യൂ ആണ്, നീണ്ട് കിടക്കുകയാണ് ക്യൂ. ഞങ്ങൾക്കൊക്കെ ഉറക്കം വരാൻ തുടങ്ങി. ക്യൂ വെയിറ്റ് ചെയ്ത് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നടന്നു. ഒന്ന് റൗണ്ട് അടിച്ച് വന്നപ്പോഴേക്കും ഇവിടുത്തെ തിരക്ക് കഴിയണ്ടേ, തിരക്ക് കഴിഞ്ഞിട്ടില്ല. 5 മണി വരെ ആയിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ആൾക്കാർ ക്യൂനുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരും അവിടെ പോയി പേര് കൊടുക്കണം, നമ്മൾ നെയിം കൊടുക്കണം. അങ്ങനെ സീറ്റ് ഒഴിവിനനുസരിച്ചിട്ടാണ് അവർ നമ്മളെ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അന്നദാനത്തിനൊക്കെ നിൽക്കുന്ന ഫീല്. എൻ്റെ കാക്കുവിന് പിന്നെ ആ കാര്യത്തിനൊന്നും അത്ര വലിയ ഇഷ്ടമില്ലാത്ത കാരണം നമുക്ക് വേറെ പോവാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ നിർബന്ധിച്ച് അങ്ങനെ ഇരുത്തി. അങ്ങനെ നമ്മൾ വിഷുസദ്യ കഴിക്കാൻ വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം 3 മണി ആയി തുടങ്ങി. കാക്കുവിന് അങ്ങനെ ക്ഷമകളൊക്കെ ഇങ്ങനെ കെട്ടടങ്ങി ഇതാ കിടന്നുറങ്ങാൻ തുടങ്ങി. ഇയാൾക്ക് പിന്നെ വിശപ്പൊന്നും അത്ര പ്രശ്നമല്ല, മറ്റുള്ളവർ കഴിക്കുന്നത് കണ്ട് ആസ്വദിക്കുകയാണ് കുട്ടി. എന്താല്ലേ പാവം. സോ കണ്ടില്ല, എന്തോ ഒരു സന്തോഷത്തോടെയാണ് ബാക്കിയുള്ളവർ കഴിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈസ് ഫൈനലി നമുക്ക് നമ്മുടെ ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഒരു ടേബിളിന് വരുന്നത് 38 ദിർഹംസ് ആണ്. അതായത് 29 ഐറ്റംസ് ഉണ്ട്. നമുക്ക് 39 ആണ് ഒരാളുടെ ഇലയ്ക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ഇരുന്നിട്ടുണ്ട്. നമ്മൾ ഇരിക്കലും ബാങ്ക് കൊടുക്കലും അസർ ബാങ്ക് കൊടുക്കലും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ജുവ കുറേ കാണാത്ത ഐറ്റംസ് പോലെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. കാക്കുവിന് പിന്നെ വലിയ സദ്യ അത്ര വലിയ ഇഷ്ടമില്ലാത്തത് കാരണം വേണോ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ വിശന്നിട്ടുണ്ട് ആൾക്ക് അങ്ങനെ. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു പായസം അഡിക്റ്റഡല്ലാത്തത് കാരണം പായസം ഞാൻ കാക്കുവിന് പാസ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഇല. അപ്പോൾ നമുക്ക് ചോറൊക്കെ വിളമ്പി തുടങ്ങി. ഒരുപാട് ആൾക്കാർ വീണ്ടും നമുക്ക് പുറകെ വീണ്ടും ക്യൂ നിൽക്കുകയാണ് കേട്ടോ ഈ ഫുഡിനായിട്ട്. അപ്പോൾ നമ്മളിതാ കാക്കു പായസമൊക്കെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചോറൊക്കെ അത്രയും വിശന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ ജുവ പപ്പടം കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നമുക്ക് അവർ വിളമ്പി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടോടെ കഴിച്ച് തുടങ്ങാം. അങ്ങനെ വിഷു ആണെന്ന് ഓർമ്മിച്ചിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ പോയതൊന്നുമല്ല. ഉച്ചയ്ക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി അങ്ങനെ പോയതാണ്. പക്ഷേ സഫാരിയിൽ എത്തിയപ്പോഴാണ് വിഷു ആണെന്നുള്ള ഒരു ഓർമ്മ വരുന്നതും പിന്നെ ദേപ്പുട്ട് റിവീലായതൊക്കെ ഓർമ്മ വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഇരിക്കുക ചെയ്തത്. പക്ഷേ ആ ക്യൂ കണ്ടപ്പോൾ കാക്കുവിന് കുഞ്ഞുള്ളത് കാരണം അവൾക്കും വിശക്കുമല്ലോ, അത്ര ടൈം നമ്മൾ ഇരിക്കണമല്ലോ. അപ്പോൾ അത് കരുതി കാക്കു പറഞ്ഞു നമുക്ക് വേറെ പോവാം, തൊട്ടടുത്തുള്ള വേറെ ഏതെങ്കിലും ഔട്ട്ലെറ്റിൽ പോവാം. ഔട്ട്ലെറ്റ് മീൻസ് തൊട്ടടുത്തുള്ള വേറെ ഏതെങ്കിലും ഷോപ്പിലോട്ട് പോവാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഗൈസ് നമ്മുടെ ഫുഡ് അടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബില്ല് പേ ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാന്ന് തോന്നുന്നു അവരുടെ കിച്ചന്. നല്ല ഫുഡായിരുന്നു, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള നല്ല പ്രൈസും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നമ്മൾ ഫർണിച്ചർ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഇവിടെ നമുക്ക് അഫോർഡബിൾ ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാമെന്ന് കരുതി നമ്മൾ നോക്കാൻ വേണ്ടി ഇവിടുത്തെ ഔട്ട്ലെറ്റിൽ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം.
ഇത് കണ്ടപ്പോൾ കാക്കൂന് ഇത് വാങ്ങണം, പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം അത് കൊമ്പും ചില്ലൊന്നും നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ. കാരണം 2 ദിവസമൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ജുവ അതിനൊക്കെ ഒന്ന് തൊട്ട് സ്നേഹിക്കും. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ളതൊന്നും വാങ്ങണ്ട പറഞ്ഞു ഞാൻ. അപ്പോൾ നമ്മൾ അത് നോക്കാൻ വേണ്ടി പപ്പൻ്റെ കൂടെ എന്താ പറയുക കുട്ടി പോവുകയാണ് ജുവ. ഇവിടെ ഒരുപാട് വെറൈറ്റീസും കളക്ഷൻസൊക്കെ ഉണ്ട്, പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലാണ്. എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഈ ഷൂ റാക്സൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടും. ഇവിടെ ഷെൽഫും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടും. ഇത് നോക്ക്, ഇത് ഒരു സെറ്റാണ്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ നമ്മൾ എന്താ പറയുക, കുറച്ച് നേരം സദ്യ കഴിച്ചത് കാരണം കാക്കുവിനൊരു ഉച്ചമയക്കം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആളൊന്ന് സ്വിങ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെയൊക്കെയോ എനിക്കും ഒരു ഉറക്കം വരുന്നത് പോലെ തോന്നി. അപ്പോൾ ഞാനും കുറച്ച് നേരം ഇവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ കാണുന്ന ഈ ഐറ്റംസൊക്കെ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. നൈഫ്സും കാര്യങ്ങളും ഇതൊക്കെ ഓഫർ പ്രൈസിൽ വരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഒരു നല്ല ഭംഗിയുള്ളതായി തോന്നി. കിച്ചൺ ഐറ്റംസും ക്രോക്കറീസൊക്കെയാണ് ഉള്ളത് ഇതിൽ. അങ്ങനെ ഇതാ ഇവിടെ ഭയങ്കരമായിട്ട് വിഷു ബേസ് ചെയ്തിട്ടുള്ള ഡെക്കോറും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിൽ പോവുകയാണ്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ജാസ്മിൻ പ്ലാന്റ്സ് കണ്ടു. പിന്നെ അത് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് തോന്നി. നമ്മൾ വാങ്ങിയില്ല. ഇനി നെക്സ്റ്റ് ഡേ എപ്പോഴെങ്കിലും അതുവഴി പോകുമ്പോൾ നമുക്കത് വാങ്ങാമെന്ന് കരുതി. ഇനി എനിക്ക് ട്രൈപോഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ മൊബൈൽ ആക്സസറീസൊക്കെ ഉള്ളൊരു ഷോപ്പിലോട്ട് പോയി. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതവിടെ സ്കിപ്പ് ചെയ്തു. നമ്മൾ വേറെ പിന്നീട് വാങ്ങാൻ കരുതി. അപ്പോൾ ഇവിടെ വിഷുവിൻ്റെ ഔട്ട്ഫിറ്റ്സൊക്കെ കണ്ടു നമ്മൾ. അങ്ങനെ ഇവിടെ കുറേ എന്താ പറയുക പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ജുവക്ക് കുറച്ച് ടോയ്സും വാങ്ങി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാരണം നമുക്ക് ഉറക്കം വന്നിട്ടുണ്ട് ഗൈസ്. എസ്പെഷ്യലി കാക്കുവിന് ഉറക്കം വന്നിട്ടുണ്ട്. കാക്കു ഉച്ചയ്ക്ക് ഉറങ്ങുന്ന വീക്കെൻഡ്സിൽ ഉറങ്ങുന്ന ഒരാളായത് കാരണം കാക്കുവിന് സദ്യയും കൂടി കഴിച്ചപ്പോൾ നല്ല ഉറക്കമായി. ജുവ പിന്നെ ഫ്ലാറ്റായി. അപ്പോൾ നമ്മളിനി ബീച്ചാണ് ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുള്ളത്. പക്ഷേ ബീച്ചിലോട്ട് എത്തുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിതാ ബേസ്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ കാറ് പാർക്ക് ചെയ്ത് അങ്ങോട്ട് നമുക്ക് എത്തണം. അത് ഫൈൻഡ് ചെയ്യാണ്. അപ്പോൾ എന്താ ഇവിടെ ഇത് ഒരു ഇരുട്ട് എന്നാരും നോക്കണ്ട. കാരണം ഇവിടെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഗൈസ്. കാറിൽ നേരം 7 മണിയായി. നമ്മൾ 1 ഹവറോളം കാറിൽ കിടന്ന് ഉറങ്ങി. അതാണ് ഉണ്ടായത്. അപ്പോൾ ബീച്ചിലോട്ടൊന്നും ഇപ്പോൾ എന്തായാലും എത്തില്ല. അപ്പോൾ നമ്മൾ വേറൊരു ഗിഫ്റ്റ് മാർക്കറ്റിലോട്ട് പോവാമെന്ന് കരുതി. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ജുവക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ടീയൊക്കെ ആവാമെന്ന് കരുതി, സ്നാക്സും ആവാമെന്ന് കരുതി ചായ കുടിക്കാൻ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലോട്ട് പോയി. അങ്ങനെ നമ്മുടെ സ്നാക്സ് എത്തിയിട്ടുണ്ട്. നമ്മളൊരു കല്ലുമ്മക്കായും പിന്നെ ഒരു ഏലാഞ്ചി പറയുന്ന ഒരു ഐറ്റമാണ് ഓർഡർ ചെയ്തത്. പക്ഷേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഹെവി ആയത് കാരണം നമ്മൾ അതിൽ ഒതുക്കി. അപ്പം ഞാനും ഒരു കോഫിയും പറഞ്ഞു, കാക്കൊരു മെൻറ്റും പറഞ്ഞു. അങ്ങനെ നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മളിനി അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ ലൊക്കേഷൻ കിട്ടാത്തത് കാരണം നമ്മളത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വ്ളോഗായി കാണുന്നത് വരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.